അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ദീനി ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുത്ത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ, നമ്മളാണെങ്കിലോ ഈ ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ കർണാടകത്തിൻ്റെ ധാരവാഡ, ഹുബ്ബള്ളി, അതുപോലെ ബിജാപ്പുറം എന്ന് പറയുന്ന സ്ഥലം, ഷിവമൊഗ്ഗ, ഇതുപോലെയുള്ള സ്ഥലത്തെല്ലാം ദീനില്ലാത്ത ഒരു ചുറ്റുപാടാണ്. ദീന് വളരെ കുറവാണ്, അവർക്കൊന്നും അറിയില്ല. അവർ ഉറൂസ്, ഉത്സവം എല്ലാം മിക്സാണ്. അതിൽ എല്ലാ ജാതിക്കാരും, ഇതര മതസ്ഥർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹിന്ദുക്കളും അതുപോലെ നമ്മുടെ മുസ്ലിമീങ്ങളും. മുസ്ലിം വെറും ഒരു നാമമായിരിക്കും, നാമം മാത്രമായിരിക്കും, നാമധാരി മുസ്ലിം എന്ന് പറയുന്നില്ല, അതുപോലെ ആയിരിക്കും. പറഞ്ഞാൽ അവർക്ക് ഒരു ദീനിൻ്റെ കാര്യവും അറിയാത്തവരാണ്. അവർ നമസ്കരിക്കാൻ പോകുന്നതോ ആഴ്ചയിൽ ഒരിക്കൽ പോയാൽ പോയി, അതാണ്. അതുപോലെയുള്ളവർ ഉത്സവം ചെയ്യുന്നത് അത് തന്നെ ദൈവമെന്ന് കരുതി അവർ രണ്ട് കൂട്ടരും ഒന്നിച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നേതൃത്വം കൊണ്ട് അവിടെ ഒരുപാട് ഈ ഭാഗത്ത് തബ്ലീഗുകൾ ഉണ്ടായി ഒമ്പിച്ച വിജയം നേടിയിരിക്കുകയാണ് ഈ തബ്ലീഗുകൾ. ഒരുപാട് തബ്ലീഗ് കൂടി അവർ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും, ലക്ഷക്കണക്കിൽ ആൾക്കാർ തബ്ലീഗ്. അത് ഈ അനാചാരം കണ്ട് അവർ അതിനെതിർത്തും കൊണ്ട് തബ്ലീഗുകളായത്. ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലോ സലഫി മുജാഹിദുകൾ ഇതുപോലെയുള്ള ഉറൂസുകളെ എതിർക്കണം. അവർ ശക്തിയായി എതിർക്കുന്നില്ല, എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയാണ് കാണുന്നത്. ഇത് നമ്മുടെ മത പണ്ഡിതന്മാർ, നേതാക്കന്മാർ തന്നെ ഇതിനെ നിരുത്തേണ്ടതാണ്. അതിനെ നിരുത്താൻ പോകുന്നില്ല, ഭയന്നും കൊണ്ട് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി. കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരും ഇതര മതസ്ഥരും കൂടി ചെയ്യുന്ന, ഈ പണ്ട് മുതലേ ചെയ്തു കൊണ്ടുവരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഉത്സവമാണ് ഉറൂസ്. ഉത്സവം ഒന്നിച്ച് ചെയ്യുന്നത്, അവിടെ ആനകളും മദ്ദളയും ചെണ്ടയും എല്ലാം ഉണ്ടാകും. ഫുള്ളായത് ഉത്സവം തന്നെയാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒന്നിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഇത് കേരളത്തിൽ ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം? ഇവിടെ ആരും അതിൻ്റെ കാര്യത്തിൽ പറയാറില്ലേ എന്നാണുള്ള ഒരു സംശയം. ദീന് തുടങ്ങിയത് തന്നെ നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിലാണ്. അതുകൊണ്ട് ഒരുപാട് പള്ളികളും എല്ലാം ഉള്ളത്, ദീനി നിറഞ്ഞിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ അതുപോലെ കൂടിയിരിക്കുകയാണ്. സമസ്തകളും അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഏത് സമസ്തപ്പെട്ടവരാണ് ഈ സമസ്ത ഇവരെ എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നില്ല, ഇതിനെ നിരുത്താൻ എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്നാണ്. എവിടെയെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞാൽ പറഞ്ഞു, അത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞാൽ ആരാണ് കേൾക്കാൻ? ഇതിൻ്റെ നേതൃത്വം തന്നെ ഇതിനെ ഇറങ്ങി നിർത്തേണ്ടതല്ലേ? ആ ഉത്സവമൊന്ന് കാണുക, ഉറൂസ് ഉത്സവമൊന്ന് കാണുക ചെറുതായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഫുള്ളായി കാണണമെങ്കിൽ പൂവാർ ഉറൂസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. മണിക്കൂറോളം വീഡിയോ ചെയ്തതായിരിക്കുന്നു, മണിക്കൂറോളം വീഡിയോ ചെയ്ത ഇതെല്ലാം കാണാം. നിങ്ങൾക്ക് ഫുള്ളായി കാണാം ഏത് രീതിയിലാണ് പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് ഉത്സവപ്പറമ്പിൽ നടക്കുന്നത് പോലെ. ജാത്ര എന്ന് പറയുന്നില്ലേ, മറ്റുള്ളവരുടെ ഉത്സവം. ആ ഉത്സവപ്പറമ്പിൽ എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും എല്ലാം ഒന്നിച്ചിങ്ങനെ പോകുന്നതും, അതുപോലെ ശരിയായ രീതിയിൽ ഡ്രസ്സ് പോലും ഇടാത്ത, തടി മറക്കാത്ത രീതിയിൽ വല്ലാത്തൊരവസ്ഥയാണ്. ഫുള്ളായി നിങ്ങൾ കാണണം, കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പാടുണ്ടോ, ചെയ്യണോ, ഇത് ആരാണ് പറയുന്നത്, ഇത് സലഫിയാണ് എന്നൊന്നും പറയേണ്ടതില്ല. ഇത് ഞാനും ഒരുപാട് ഉറൂസിന് പോയ ആളാണ്. ഇവിടെ പറയേണ്ടത് ഉസ്താദന്മാരാണ്, പണ്ഡിതന്മാരാണ്.
നമ്മളെ പറയിപ്പിക്കരുത് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളെ പറയിപ്പിക്കരുത്. ഏത് കാര്യത്തിലും നമ്മളെ ഇവർ പറയിപ്പിക്കരുത്. ഉസ്താദന്മാരെ തള്ളി പറയുന്ന രീതിയിൽ ഇവർ ഉണ്ടാക്കരുത്. എല്ലാ കാര്യങ്ങളും ബോധത്തോടെ ഇവർ ചെയ്യണം. എവിടെയാണ് പിഴ പറ്റുന്നത് അത് അവിടെ പോയി അവർ ശരിയാക്കണം. ഇവർക്ക് നേതൃത്വമുണ്ട്. പിന്നെ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? വാർഷികവും അതുപോലെ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യവും അതുപോലെ അതിൻ്റെ ഇതായിരിക്കുന്ന 100ാം വാർഷിക ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഇവർ ചെയ്യുന്ന അനാചാരം കാണുമ്പോൾ ഇതിൻ്റെ നേതൃത്വം ദുർബലമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഏത് സംസ്ഥകൾ വേണമെങ്കിലും ആകട്ടെ, ഒറ്റ സംസ്ഥനെ മാത്രം ഞാൻ പറഞ്ഞതല്ല, മൊത്തത്തിൽ ഈ സംസ്ഥകൾ വളരെ ദുർബല ഘട്ടത്തിലാണുള്ളത്. അവർക്ക് ഇതുപോലെയുള്ള കാര്യം മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതൊരു ചെറുതായിട്ടുള്ള ഒരു വീഡിയോ കാണുക ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ളവരെ, ഇത് ഒട്ടും ശരിയല്ല. നിങ്ങൾ ഓരോരുത്തരും ഇതിനെ കണ്ട് മനസ്സിലാക്കണം. ഇത് ഞാനിപ്പോൾ കാണിച്ച ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. അതാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. യൂട്യൂബിൽ ഒരുപാട് നിങ്ങൾ കാണാം. പൂവാർ ഉറൂസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ ഈ ഉറൂസിനെ പറ്റി എത്രയാണ് 12 ദിവസമോ 15 ദിവസമോ ഉറൂസ് നടന്നതാണ്. ഓരോ ദിവസത്തിൽ കൊടി കൊണ്ടുപോകുന്ന അവസ്ഥയും കൊടിയെടുത്തു കൊണ്ടുപോകുന്നതും അതുപോലെ ആന, ചെണ്ട, മദ്ദള, മ്യൂസിക്, വേഷധരിച്ചും കൊണ്ട് സ്ത്രീ പുരുഷന്മാർ ഏത് രീതിയിലാണ് പോകുന്നത് എല്ലാം നിങ്ങളത് നോക്കി മനസ്സിലാക്കണം. നമ്മൾ ഇതെല്ലാം പറയണമെങ്കിൽ എവിടെയോ പോയോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു
നിലപാട് തെറ്റിയോ സലഫിയോ മുജാഹിദോ ഇങ്ങനെ ഒന്നായി പറയേണ്ടതല്ല. നമ്മൾ ഏത് സ്ഥലത്താണുള്ളത്, ഏതാണ് നമ്മൾ ശരിയെന്ന് നിന്നിട്ടുള്ളത്, അവിടെ വരുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ, അവർ ചെയ്യുന്ന തെറ്റുകളെ അവിടെ നിന്ന് തന്നെ നമ്മൾ പറയണം. നമ്മൾ സലഫിയായി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരുപാട് ഉസ്താദന്മാർ നമ്മൾ സലഫി മുജാഹിദ് ആയതുകൊണ്ട് ഉസ്താദന്മാരെല്ലാം ഇതെല്ലാം തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുജാഹിദായി പോയ ഒരുപാട് ഉസ്താദന്മാരുണ്ട്. തീരെ അവർക്ക് ബുദ്ധിയില്ല, അഹലില്ല എന്ന് പറയണം, ബോധമില്ല അവർക്ക്. എന്തിന് പോകണം? സലഫിയോ മുജാഹിദോ ആകാൻ എന്തിന് പോകണം? സുന്നിയായി തന്നെ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തന്നെ അതിനെ എതിർക്കാൻ എന്തെന്ന് ഇവർക്ക് അത് തോന്നുന്നില്ല. എന്തിനു വേണ്ടിയാണ് അവർ സലഫിയായി പോകുന്നത്? ഒരു ആവശ്യവുമില്ല. സലഫികൾ എന്ത് ചെയ്യുന്നു? സലഫികൾ ഇതിനെ ശരിയായ രീതിയിൽ എതിർക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നഷ്ടമല്ലേ? സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഉറച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിനെ പറയണം. പറഞ്ഞ് ഇതിനെ നിരുത്താൻ ശ്രമിക്കണം. എല്ലാവരും ഇതിനെ ശ്രമിക്കണം നിരുത്താൻ. ഇതുപോലെയല്ല നമ്മൾ ഉറൂസ് നമുക്ക് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഉറൂസ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം അവിടെ പുറപ്പെട്ട് കിടന്ന ആൾക്ക് ദുആ ചെയ്തിട്ടൊരു കാര്യവുമില്ല. എല്ലാ ദിവസവും അത് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇബാദത്തിനോ ഒരു ദുആ ചെയ്യലിനോ അതിനൊരു വാർഷിക എന്നുള്ള ഒരു കാര്യവുമില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കണം സഹോദരന്മാരെ. നല്ല പണ്ഡിതനെ ഒറ്റക്കിരുത്തി ചോദിക്കണം. കൂട്ടത്തിൽ ചോദിച്ചാൽ അവർ ആരൊന്നും പറയില്ല. ഒറ്റക്കിരുത്തിട്ട് നിങ്ങൾ ചോദിക്കണം, ഇത് ശരിയാണോ ഉസ്താദെ? ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് ചെയ്യാമോ? ഇത് എന്തിനാണ് ചെയ്യുന്നത്? വരുമാന മാർഗം എന്ന് പറഞ്ഞ് ചെയ്യാൻ, വരുമാനം ഏത് രീതിയിൽ നമുക്ക് വാങ്ങിക്കാം. ഇതുപോലെയുള്ള അനാചാരം ചെയ്ത് നമുക്ക് വരുമാനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഭയന്നും കൊണ്ട് കാഫിറായിട്ട് ചത്തുപോകുന്ന അവസ്ഥ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആ ഉറൂസ് സമയത്ത് നമ്മൾ ഉറൂസ് ഉത്സവമാണ്, ഉറൂസല്ല, വെറും ഉറൂസല്ല. അവിടെ ദുആ ചെയ്യുന്നതൊന്നുമല്ല. അവിടുത്തെ അനാചാരം നിങ്ങൾ എല്ലാം കണ്ടാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ഒരു അർത്ഥവും വരുന്നില്ല. അതുകൊണ്ട് സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കണം, കാണണം. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള അനാചാരത്തിൽ പെട്ടുപോകരുത്. അവിടെ പണ്ട് മുതലേ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒന്നിച്ച് ചെയ്തത് ഈ അവിടെ മറപ്പെട്ട് കടന്ന ഔലിയയുടെ പേരിൽ ഉറൂസ് ഉത്സവം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഉറൂസ് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ കാഫിറല്ലേ സഹോദരന്മാർ? നല്ല രീതിയിൽ ചിന്തിക്കുക. കാഫിറല്ലേ? അവർ ചെയ്യുന്ന അനാചാരമല്ലേ? ഹറാമായ കാര്യങ്ങളല്ലേ? ആ സമയത്ത് ചത്തുപോയാലോ? മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ചത്തുപോയാലോ? ചത്തുപോയി അത് ബടിയായി എന്നേ പറയാം, അല്ലാതെ അവർക്ക് ഈമാൻ കിട്ടുകയില്ല. പിന്നെ ആ ഉറൂസ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒരു തൗബ എല്ലാം ചെയ്ത് മടങ്ങി നിസ്കരിക്കാൻ തുടങ്ങണം. അത്രയുള്ള ആ ഇടയ്ക്കുള്ള 15 ദിവസത്തിൻ്റെ ഇടയ്ക്ക് 15 ദിവസമല്ല, ഇതിനെല്ലാം തുടങ്ങണമെങ്കിൽ, അതിന് ശരിയായ രീതിയിൽ തുടങ്ങണമെങ്കിൽ ഒരു മാസത്തോളം വേണ്ടി വരുന്നു. ആ ഒരു മാസം ഒരു കാഫിറാണ്, മുസ്ലിം ആയിരിക്കാൻ സാധ്യതയില്ല. ആ ഉത്സവം നോക്കിയാൽ മാത്രമേ പറയാം. ഇതല്ലെങ്കിൽ എനിക്ക് നേരെ നിങ്ങൾ പറയും എന്നല്ലാതെ അതിൽ ഒരു കാര്യവുമില്ല എനിക്ക് നേരെ പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾ അതിനെ കാണണമെങ്കിൽ, അത് നിങ്ങൾ അറിയണമെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കാണിച്ച ഒരു പീസ്, ഒരു കഷ്ണം നിങ്ങൾക്ക് വീഡിയോ അല്ല, അത് എല്ലാം മുഴുവനും നിങ്ങൾ അതിന് സമയം കണ്ടെത്തി നോക്കണം. മണിക്കൂറോളം ചെയ്ത വീഡിയോകൾ പൂവാർ ഉറൂസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്ര ഉറൂസുകളെ പറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ ഫാറൂഖ് നൈമി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. അത് കേട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ എല്ലാം സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്ത് ഏതോ ഒരു വഹാബിയോ തബ്ലീഗോ മറ്റോ വല്ലതോ എന്തെല്ലാം ലേബലുകളുണ്ടോ, അത് ഒരു ലേബൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് മുസ്ലിം ആയാൽ മതി. നമ്മൾ ഏത് സമസ്തയിലാണുള്ളത് ആ സമസ്തയിൽ നിന്നാൽ മതി. ആ സമസ്തയിലുള്ള തെറ്റുകൾ നമുക്ക് പറയാം. ഒരു സമസ്തയിലുണ്ടെങ്കിൽ മറ്റുള്ള സമസ്തകളും നമ്മുടെ എല്ലാം സുന്നത്ത് ജമാഅത്തുകളാണ്. ഇവർ ഈ ചെയ്യുന്ന അനാചാരം ഇതിൽ സുന്നത്തും അല്ല, സുന്നത്ത് ജമാഅത്തും അല്ല. സഹോദരന്മാരെ, നല്ല രീതിയിൽ ചിന്തിക്കുക, ചിന്തിച്ച് ചെയ്യുക. ഇത് ആരും അവന് പറഞ്ഞു അവനക്ക് വേറെ പണിയില്ല, ഒരു ഉദ്യോഗമില്ല എന്ന് പറയേണ്ട. നമുക്കൊരുപാട് പണിയും ബിസിനസ് എല്ലാം ഉള്ളതാണ്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉറങ്ങുന്ന സമയത്തിന് സേവ് ചെയ്തുകൊണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്
എല്ലാവരും സഹകരിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി നൽകി. إذ بعث فيهم رسولا من أنفسهم നിങ്ങളിൽ നിന്ന് നിയോഗിച്ചു ഉന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി വന്ന നബിയാണ്. അതാ അറബ് ജനതയിൽ ആഘോഷങ്ങൾ ഏറെയുണ്ട്, വാദ്യമേളങ്ങൾ ഏറെയുണ്ട്, അതാ ആഘോഷ താളമേളങ്ങൾ ഏറെയുണ്ട്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചില്ല. അതാ അറബ് ജനതയിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് മ്യൂസിക്കിന്റെയും താളമേളങ്ങളുടെയും പിന്നാലെ പോയത്. ഇസ്ലാമിലേക്ക് വന്ന അറബ് ജനത അത്തരം മ്യൂസിക്കുകളെയും താളമേളങ്ങളെയും മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള മഹല്ലിന്റെ ഭാരവാഹികളോട് ഈമാനിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഉറൂസിന്റെ മതപ്രഭാഷണ വേദിയിൽ ഉച്ചഭാഷണിലൂടെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല പ്രകീർത്തനമാവട്ടെ, ഖുർആൻ പാരായണത്തിന്റെ മന്ത്രധ്വനികളാവട്ടെ, ഏതെങ്കിലും താളമേളങ്ങളുടെ വാദ്യമേളങ്ങൾ നിറഞ്ഞ മ്യൂസിക്കുകൾ ഈ ഔലിയാക്കളുടെ സന്നിധാനത്തിൽ ഉച്ചഭാഷണിയിലൂടെ കേൾപ്പിച്ചാൽ ഇതിന്റെ സംഘാടകർ നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരവാദിത്വം പറയേണ്ടവരാണ്. അവർ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടവരാണ്. റബ്ബിന്റെ പള്ളിയുടെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ ഇവിടെ വരുന്ന പരിപാടി നടത്തുമ്പോൾ അല്ലാഹുവിനെ പൊരുത്തമില്ലാത്തതിന് കൂട്ടുനിന്നാൽ അതേതു കാലത്തെ ആരായാലും ഏത് തമ്പുരാനായാലും നേതാവായാലും റബ്ബിന്റെ മുമ്പിൽ അവർ അടിമകളാണ്.